നോമ്പ് ചിന്ത 8-ാം ഭാഗം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ ജോസഫ് വലിയവീട്ടിൽ, കൃപാസനം. അവൻ കടൽക്കരയിൽ തിരഞ്ഞത്. തള്ളിപ്പറഞ്ഞവനെ തേടിയെത്തുന്ന ദൈവത്തെ ബൈബിൾ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. ശിമയോൻ്റെ ജീവിതം നോക്കുക. തിബേരിയസിൻ്റെ തടാക തീരത്ത് പുലർച്ചെ ഒരു നിഴൽ രൂപം പോലെ യേശു പ്രത്യക്ഷപ്പെടുന്നു. അവനെ കണ്ടു തിരിച്ചറിഞ്ഞ യോഹന്നാൻ ഉച്ചത്തിൽ പറയുന്നു, അത് കർത്താവാണ്. യോഹന്നാൻ്റെ സ്വരം ഈശോയും കേൾക്കുന്നുണ്ട്. പക്ഷേ ഈശോയുടെ കണ്ണുകൾ തിരയുന്നത് മറ്റൊരാളെയാണ്. അത് കർത്താവാണെന്ന് കേട്ടപാടെ വെള്ളത്തിലേക്ക് ചാടി അവൻ്റെ അരികിലേക്കെത്താൻ വ്യഗ്രതപ്പെടുന്ന ശിമയോൻ പത്രോസിനെ. അവനെ തിരക്കിയാണ് ഈശോ കടൽക്കരയിലേക്ക് വന്നതെന്ന് തോന്നിപ്പോകും. പ്രാതൽ കഴിച്ചു കഴിയുമ്പോൾ അവൻ വീണ്ടും വിളിക്കും, ശിമയോൻ, ശിമയോൻ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ സ്നേഹിക്കുന്നു എന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ടും കർത്താവ് 3-മതും ചോദിക്കുമ്പോൾ ശിമയോൻ പത്രോസിൻ്റെ കണ്ടമിടറും. കർത്താവേ, അങ്ങേക്കെല്ലാം അറിയാമല്ലോ. ഈശോയുമായുള്ള ആത്മബന്ധത്തിൻ്റെ തുടിപ്പ് ഈ വാക്കുകളിലുണ്ട്. നോമ്പുകാലം ദൈവവുമായുള്ള ആത്മബന്ധത്തിൽ ശിമയോനെ പോലെ അടുക്കുന്ന കാലമാണ്. എപ്പോഴെങ്കിലും തള്ളിപ്പറച്ചിൽ സംഭവിച്ചിരിക്കാം. പക്ഷേ നിന്റെ സ്നേഹത്തിൽ ദൈവം അതെല്ലാം മറന്നു പോകുന്ന കാഴ്ച. പത്രോസാണ് ഈശോയെ തള്ളിപ്പറഞ്ഞതെന്നാണ് നമ്മുടെ ബോധ്യം. എന്നാൽ സുവിശേഷത്തിൻ്റെ മറ്റൊരു പുറം കൊണ്ട് വായിക്കുമ്പോൾ ഒരു വേള ഈശോ ശിമയോനെ തള്ളിപ്പറഞ്ഞതായി തോന്നാം. ഈശോയുടെ ജീവൻ രക്ഷിക്കുവാൻ ശത്രുക്കളുടെ പാളയത്തിന് നടുവിൽ നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് വാളൂരി പ്രധാനാചാര്യൻ്റെ ഭൃത്യൻ്റെ ചെവി ഛേദിക്കുന്ന സംഭവം ഓർക്കുക. തന്നെ രക്ഷിക്കുവാൻ ശ്രമിച്ച ശിമയോനെ ഈശോ തൽക്ഷണം നിരായുധീകരിക്കുന്നത് കാണാം. ശത്രുക്കളുടെ ഇടയിൽ വെച്ചും ദൈവം നമ്മെ നിരായുധനാക്കിയേക്കാം. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ ജീവൻ പണയം വെച്ചും ശത്രുക്കളുടെ നടുവിൽ പോലും കർത്താവിൻ്റെ വചനം കേട്ട് തൻ്റെ വാൾ ഉറയിലിടും. ശത്രുക്കൾ ഈ സമയം തന്നെ കൊലപ്പെടുത്തിയാലും കർത്താവിൻ്റെ വചനം പാലിച്ചതിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ആത്മബന്ധത്തിലേക്ക് അവൻ ഉയരുന്ന ആ രഹസ്യമാണ് ശിമയോൻ വെളിപ്പെടുത്തുന്ന കർത്താവേ, അങ്ങേക്കെല്ലാം അറിയാമല്ലോ എന്ന മറുപടി. പ്രിയപ്പെട്ടവരെ, നീയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ഇതുപോലെ ദൈവത്തിന് വേണ്ടി സ്വയം നിരായുധീകരിക്കപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. ക്ഷമിക്കുകയും ക്ഷമയുടെ പേരിൽ പരാജയം ഏറ്റുവാങ്ങുകയും നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുകയും അഭിമാനക്ഷതമേൽക്കുകയും അതിൻ്റെ പേരിൽ സമൂഹത്തിൽ വില നഷ്ടപ്പെടുകയും ചെയ്യുന്ന നിരായുധീകരണത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. ഈശോയുടെ പേരിൽ വചനം പാലിക്കുക വഴി നീ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി മാറുമ്പോൾ നിനക്ക് മുമ്പേ നടന്നവനാണ് ശിമയോൻ എന്നുള്ള ഓർമ്മ ഈ നോമ്പുകാലത്ത് നമുക്കൊരു പ്രചോദനമാണ്.